മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ നാടൻ മീനുകൾ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ നല്ല മഞ്ഞക്കൂരി കിട്ടി. നല്ല മുട്ടയൊക്കെയുള്ള മഞ്ഞക്കൂരി. അത് കഴുകി വൃത്തിയാക്കി ഞാൻ ഉപ്പും മഞ്ഞളും തേച്ച് വെച്ചു. ഇപ്പോൾ പലർക്കും തോന്നാം അതിൻ്റെ സ്കിന്നൊന്നും ഉരച്ച് കളയുന്നില്ല. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി എല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റി പൊടികളായ മഞ്ഞളും മുളകും മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് തള വന്നതിന് ശേഷം തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തു. അത് തിളച്ചതിന് ശേഷം നമ്മുടെ മീനുകൾ ഓരോന്നായി അതിലേക്ക് പറക്കിയിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. ചട്ടിയൊന്ന് ഇളക്കി മീനുകളിലേക്ക് എല്ലാ മസാലയും യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ വെറുതെ തേങ്ങ മാത്രം ഇട്ട് അരച്ച് ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ മീൻ വെന്തതിന് ശേഷം ആ പേസ്റ്റും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇളക്കുക. എൻ്റെ വായിൽ ഓൾറെഡി വെള്ളം വന്നു തുടങ്ങി. ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ താളിപ്പിനായിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് കളറിന് വേണ്ടി കാശ്മീരി ചില്ലി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഏറ്റവും അവസാനം ഉലുവാപ്പൊടിയും കൂടിയും ഒന്ന് വിതറി. അത്രയേ ഉള്ളൂ. എന്നിട്ട് കറി ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് ഒരു 2-3 മണിക്കൂർ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാൻ കറി എടുത്ത് ഒരു മീൻ ഓയിലിട്ട് കുറച്ച് ചാറും ഒഴിച്ച് നല്ല പോലെ ഇളക്കി അതിൽ നിന്ന് ഒരു വലിയൊരു കഷ്ണം നോക്കി അതിൽ നിന്ന് അങ്ങോട്ട് പറിച്ചെടുത്തു. നല്ല പൂ പോലെ മൃദുലമായ മീൻ. അത് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ലഷ് ഫോർ ഫുഡ്.